പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏപ്രിൽ മാസം 23-ാം തീയതി ഇംഗ്ലീഷ് കലണ്ടറിൻ പ്രകാരം പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ദിനമായിരുന്നു. അതിനുശേഷം വരുന്ന ഏതാണ്ട് ഒരു മാസത്തോളം ലോകത്തിലെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ആളുകൾ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. പല പള്ളികളിലും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഈ വർഷവും മുൻ വർഷങ്ങളിലും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന സഹദ എന്ന് അപരാഭിധാനത്താൽ പ്രസിദ്ധനാണ് പുണ്യവാനായ പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. ഒരവസരം എൻ്റെ ജീവിതത്തിൽ എന്നും മായാത്ത പച്ചിച്ചു നിൽക്കുന്ന ഓർമ്മ അവശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. നമ്മുടെ സഭയിലെ കേരളത്തിലെ വടക്കൻ ഭാഗത്തുള്ള ഒരു പള്ളി ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവരുടെ കാവൽപിതാവാണ്. തലേ ദിവസം തന്നെ ഞാൻ അവിടെ എത്തുന്നു. സന്ധ്യാപ്രാർത്ഥന, ധ്യാനപ്രസംഗം, അത് കഴിഞ്ഞ ശേഷം പ്രദക്ഷിണം കഴിഞ്ഞ് ദൈവമക്കൾ തിരികെ വരുമ്പോഴുള്ള ആശീർവാദം, അത്താഴത്തിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് പുലർച്ചെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുകയായി. തുയോബോ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ച സന്ദർഭം ആ ഇടവകയിലെ ഭക്തനായ പ്രധാന ശുശ്രൂഷകൻ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് അപ്പവും വീഞ്ഞും തയ്യാറാക്കി നിൽക്കുകയാണ്. അപ്പം, കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ഒരു പാത്രത്തിൽ എടുത്ത് ഭക്തിയോടുകൂടെ എൻ്റെ കൈകളിലേക്ക് അദ്ദേഹം കൈമാറുന്നു. ആ സന്ദർഭത്തിൽ പ്രധാന ശുശ്രൂഷകൻ എന്നോട് ഒരനുഭവം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച ശേഷം ഞാൻ ഭവനത്തിലേക്ക് പോയി. ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ വരുമ്പോൾ രാത്രി പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ സാധാരണഗതിയിൽ ചെയ്യുന്ന ചില അടിച്ചു കാച്ചുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങളുണ്ട്. ഒന്നാമത്തേത്, പുലർച്ചെ വന്ന് അപ്പം അടിച്ചു കാച്ചുന്നതിന് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഒരു വലിയ മൺപാത്രം, ആ പാത്രത്തിൽ കരി നിറച്ചിരിക്കുന്നു. അതിനുശേഷം അതോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അപ്പത്തിന് ആവശ്യമായ മാവെടുത്ത് അത് കുഴച്ച് ഒരുക്കി വയ്ക്കുന്നു. അങ്ങനെ പോയ ശേഷം രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞതുപോലെ രാത്രി നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു കാച്ചുന്ന ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ആദ്യം ആ ചട്ടിയിൽ നിറച്ചിരിക്കുന്ന കരി കനലാക്കുന്ന അതിനാവശ്യമായ സംഗതിക്ക് വേണ്ടി ആ ചട്ടി ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ ഈ പ്രധാന ശുശ്രൂഷകൻ കാണുന്നത് തലേ ദിവസം വെച്ചിരുന്ന കരി അത് കനലായി നിൽക്കുകയാണ്, കനലായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഇപ്പോഴാണല്ലോ വരുന്നത്, ഇതെങ്ങനെ കനലായി? സൂക്ഷിച്ചു നോക്കി, തലേ ദിവസം എങ്ങാനും ഞാൻ അറിയാതെ അത് കത്തിച്ചു പോയി,
അങ്ങനാണെങ്കിൽ ചാരമുണ്ടാവണമല്ലോ. അതല്ല, അപ്പോൾ കത്തിച്ച കനല് പോലെയാണ് അദ്ദേഹത്തിന് അത് കാണാനാവുക. കോരിത്തരിപ്പിക്കുന്ന ഒരനുഭവമായി ആ ശുശ്രൂഷകന് അത് അനുഭവപ്പെട്ടു. എന്നാൽ അതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് മാവ്, തലേ ദിവസം കുഴച്ചു വച്ചിരിക്കുന്ന മാവ് അപ്പം ആക്കുന്നതിനാവശ്യമായ അച്ചിൽ വെച്ച് അത് അടിച്ചു കാച്ചുന്നതിന് ആരംഭിച്ചത് പൂർത്തീകരിച്ച ശേഷം ആ അപ്പം കൊണ്ടുവന്ന് എനിക്ക് തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺകോണുകളിൽ സന്തോഷത്തിൻ്റെയും അനുഗ്രഹം ജീവിതത്തിൽ വന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തിൻ്റെയും അതിൻ്റെ നിദർശനമായി നനവ് പൊടിഞ്ഞു, കൺകോണുകളിൽ നനവ് പൊടിഞ്ഞു. അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഒരു നിമിഷമായിരുന്നു ഇന്ന് ദിവസം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഞ്ഞെ, ഇതിൻ്റെ അർത്ഥം നീ ഒരുക്കത്തോടുകൂടെ, ഭക്തിയോടുകൂടെ അപ്പം അടിച്ചു കാച്ചുന്നതിന് തയ്യാറാവുമ്പോൾ സഹദാ നിന്നോട് പറയുകയാ, കുഞ്ഞെ, ഞാനിവിടെയുണ്ട്, നിന്നോടൊപ്പമുണ്ട്. ആ ഒരു വലിയ സാന്നിധ്യം കുറെ കൂടെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഈ അനുഭവമുണ്ടായത് എന്ന് ഞാൻ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കുർബാനയൊക്കെ കഴിഞ്ഞ ശേഷം ഈ പ്രധാന ശുശ്രൂഷകനെ എനിക്കറിയില്ല, വിശദമായി അറിയില്ല. ആ ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെയുള്ള മറ്റെൻ്റെ സ്നേഹിതരോട് ഈ പ്രധാന ശുശ്രൂഷകനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവരെല്ലാം നല്ല സാക്ഷ്യം എന്നോട് പറയുകയായിരുന്നു. ഭക്തനാണ്, വിശ്വസ്തനാണ്, സമർപ്പിതനാണ്. ഭക്തനാണ്, വിശ്വസ്തനാണ്, സമർപ്പിതനാണ്. വിശ്വസ്തനും സമർപ്പിതനും സത്യവാനുമായ ഒരു ഭക്തൻ, അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നതിന് സഹദായുടെ സാന്നിധ്യവും സഹദായുടെ മധ്യസ്ഥതയും സഹായകമായി തീരുന്നു. ഈ ഒരു വലിയ പാഠം അയാളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഗീവർഗീസ് സഹദായിലൂടെ അയാളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. നമ്മൾ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഓർക്കുന്ന സന്ദർഭത്തിൽ, ആ ഓർമ്മ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അത് അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമായി മാത്രം നമ്മൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അത് അനുഭവമായി നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. ഈ ഒരു വലിയ പാഠം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഭക്തനായ ആ ശുശ്രൂഷകൻ്റെ ഈ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷത്തിൽ ദൈവം ഗീവർഗീസ് സഹദായിലൂടെ ഇടപെടുകയാണ്. ദൈവസാന്നിധ്യമുണ്ട്. ദൈവസാന്നിധ്യമുള്ളിടത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ, ഈ ലോകം വിട്ടുപോയ ദൈവസന്നിധിയിലായിരിക്കുന്ന ഭക്തന്മാരുടെ സാന്നിധ്യവും ഇടപെടലും ഉണ്ടാവുകയാണ്. അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം അവർ മുഖാന്തരം നമ്മിലൂടെ നമ്മുടെ ജീവിതത്തിലും ഇടപെടുകയാണ്. പരിശുദ്ധൻ്റെ സാന്നിധ്യം, ഗീവർഗീസ് സഹദായുടെ സാന്നിധ്യം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പരിശുദ്ധന്മാരുടെ സാന്നിധ്യം അവർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മെ അറിയുന്നുണ്ട്, നമ്മളുടെ ക്ലേശങ്ങളും കുണ്ഠിതങ്ങളും തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളുടെ പരിഭവങ്ങളും പരിദേവനങ്ങളും ആ പരിശുദ്ധൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ ആ പരിശുദ്ധൻ തിരിച്ചറിയുന്നു, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സാക്ഷികളുടെ പരിശുദ്ധരുടെ ദിവ്യമായ സാന്നിധ്യം ബോധ്യപ്പെടുത്തുവാൻ ഗീവർഗീസ് സഹദ ഇടപെടുകയാണ്. ദൈവം ഗീവർഗീസ് സഹദയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പക്ഷെ അവിടെ ഒരു കാര്യവും കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്താ? ഞാൻ തന്നെ ചിന്തിച്ചു. മുഖ്യ കാർമ്മികനായി പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തുവാൻ എന്നെ ക്ഷണിച്ചതാണ് ആ ഇടവകക്കാർ. പക്ഷേ അവിടെ ദൈവം ഗീവർഗീസ് സഹദയിലൂടെ എന്നെ പഠിപ്പിക്കുകയാണ്. ഓർത്തുകൊള്ളണം, ഒരു പരിശുദ്ധനെ നാം ഓർക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നീ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പ്രത്യേകമായി എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു, ദൈവം എനിക്കും ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നീ പരിശുദ്ധൻ്റെ ഓർമ്മ നിർവഹിക്കുവാൻ മുഖ്യകാർമ്മികനായി വന്നവനല്ലേ? എൻ്റെ ദാസനായ സഹദ ഇന്ന് ഈ പെരുന്നാൾ ദിവസം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കണം. ആ തിരിച്ചറിവിൽ സഹദായുടെ മധ്യസ്ഥത, സഹദായുടെ സാന്നിധ്യം, സഹദായുടെ ഇടപെടൽ അത് രുചിച്ചറിയുവാനുള്ള ഒരു നിമിഷമായി ഈ അനുഷ്ഠാനത്തെയും ഈ പെരുന്നാളിൻ്റെ എല്ലാ കർമ്മങ്ങളെയും ശുശ്രൂഷകളെയും പ്രാർത്ഥനകളെയും നീ ആ നിലയിൽ തിരിച്ചറിഞ്ഞിരിക്കണം. ആ നിലയിൽ അതെല്ലാം സമർപ്പണത്തോടുകൂടി ആകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്, സഹദ ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ഗീവർഗീസ് സഹദയുടെ ഓർമ്മ, പരിശുദ്ധയായ ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ ഓർമ്മ, പരിശുദ്ധനായ പരമല തിരുമേനിയുടെ ഓർമ്മ, ഈ ഓർമ്മ ദിവസങ്ങളിലെല്ലാം നമ്മൾ ആരാധനയിൽ സംബന്ധിക്കും, മധ്യസ്ഥത യാചിക്കും. സഹദ അവിടെ നമ്മോടൊപ്പം ആ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്നും നമ്മുടെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സഹദയുടെ മധ്യസ്ഥത ചോദിക്കുന്നതും അതെല്ലാം അനുഭവത്തോടുകൂടെ അത് തിരിച്ചറിഞ്ഞ് ദൈവതിരുസന്നിധിയിൽ കൂടുതൽ സമർപ്പിതരാവാനുണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുവാനായി ഞാൻ അന്നേരം ഒരു പാഠം ഉൾക്കൊള്ളുകയായിരുന്നു. എന്നെ ഓർമ്മപ്പെടുത്തുവാനായി ഭക്തനായ പ്രധാന ശുശ്രൂഷകനെ ദൈവം ഒരുക്കുകയായിരുന്നു. ഗീവർഗീസ് സഹദ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു പരിശുദ്ധനെ ഓർക്കുമ്പോൾ പരിശുദ്ധൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. പരിശുദ്ധൻ്റെ മധ്യസ്ഥത അനുഭവമായി രുചിച്ചറിയുവാൻ നമുക്ക് കഴിയും. പക്ഷെ വ്യവസ്ഥയുണ്ട്. നമ്മൾ ഒരുക്കത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ, പെരുന്നാളിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ നിമഗ്നരാകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവത്തോടൊപ്പം അവൻ്റെ മാലാഖമാരോടൊപ്പം പരിശുദ്ധന്മാരും ഇറങ്ങി വരും. നാം ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസ് സഹദായും സന്നിഹിതനാവുകയായി. ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ പരിശുദ്ധന്മാരെല്ലാം സന്നിഹിതരാവുകയായി. വിശ്വാസം ആഴമാക്കുവാനുള്ള നിമിഷങ്ങളാണ്, അനുഭവങ്ങൾ രുചിച്ചറിയുവാനുള്ള അവസരങ്ങളാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ നമ്മൾ ആഘോഷമാക്കുമ്പോൾ, അത് പെരുന്നാളായി കൊണ്ടാടുമ്പോൾ എന്ന് നാം തിരിച്ചറിയണം. ഇത്തരം ധാരാളം കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഗീവർഗീസ് സഹദായുടെ, ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ, നാം ഏത് ദേവാലയത്തിലാണോ പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്നിരിക്കുന്നത്, ഏത് മധ്യസ്ഥൻ്റെ
കാവലിലുള്ള പള്ളിയിലാണോ നാം ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്? ആ പള്ളികളിലെല്ലാം നമ്മളുടെ ശുശ്രൂഷയിലും ആരാധനയിലും ആ പരിശുദ്ധൻ്റെ സവിശേഷമായ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ള വലിയ പാഠം നാം ഉൾക്കൊള്ളണം. അതിനുള്ള അവസരം ദൈവം നമുക്ക് തരുന്ന ഒരു നിമിഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തനായ ശുശ്രൂഷകനെ, പ്രധാന ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ആ വർഷം ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാൾ അങ്ങനെ ആവുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, ഈ പരിശുദ്ധന്മാരുടെ സാന്നിധ്യം എന്ന് നമ്മൾ പറഞ്ഞു പോയാൽ മാത്രം പോരാ. ആ സാന്നിധ്യം അനുഭവമായി രുചിച്ചറിയുവാൻ നാം ആയിരിക്കണം. സമർപ്പിതരായി ശുശ്രൂഷകളിൽ സംബന്ധിക്കണം എന്നും എക്കാലവും. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.